താമരശ്ശേരി എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 49 നമ്പർ പരീക്ഷാ ഹാളിലെ ഏറ്റവും പുറകിലെ ബെഞ്ചിൽ പരീക്ഷ എഴുതേണ്ടിയിരുന്ന മുഹമ്മദ് ഷഹബാസിന്റെ ഇരിപ്പിടമാണിത്. ഈ ഇരിപ്പിടത്തിൽ മുഹമ്മദ് ഷഹബാസ് ഇല്ല. ഷഹബാസിന്റെ രജിസ്റ്റർ നമ്പർ 628307. ഇതായിരുന്നു ആ ഡെസ്കിൽ ആ നമ്പർ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. അവസാനത്തെ നമ്പർ ആയതുകൊണ്ട് ഷഹബാസിന്റെ നമ്പർ ബോർഡിലുമുണ്ട്. AK അഭിലാഷ് ചേരുന്നുണ്ട്. AK അഭിലാഷ്, ഷഹബാസിന്റെ നമ്പർ ആ മുറിയിലുണ്ട്, അത് ബോർഡിലുണ്ട്, ഒപ്പം മേശയിലുമുണ്ട്. പക്ഷേ ആ മേശയിൽ ഇരിക്കാൻ ഷഹബാസ് ഇല്ല. കൂടെയുള്ളവർക്ക് വലിയ സങ്കടമുണ്ടാവും. അവർക്ക് കൗൺസിലിംഗ് കൊടുത്താണ് ഇന്നിപ്പോൾ പരീക്ഷ എഴുതാൻ വിട്ടിരിക്കുന്നത്. നമ്മൾ അവരുടെ തത്സമയ ദൃശ്യങ്ങൾ പകർത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. വലിയ സങ്കടത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും എന്നറിയാം, അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും ഷഹബാസിൻ്റെ നമ്പർ ആ ബോർഡിലുണ്ട്, ഡെസ്കിലുണ്ട്. ഒരു പക്ഷേ ഷഹബാസിൻ്റെ പേര് അടയാളപ്പെടുത്തുക എന്നതുകൊണ്ട് തന്നെയായിരിക്കും ആ നമ്പർ അവസാനമായി ഷഹബാസിൻ്റെ നമ്പർ ആയത് എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ MJ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശത്താണ്. ഇപ്പോൾ കുട്ടികളെ ഈ കൂളിംഗ് ടൈമാണ്, അതായത് 9:30 മുതൽ 9:45 വരെ കൂളിംഗ് ടൈമാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള പ്രയത്നമാണ് ഇവിടുത്തെ അധ്യാപകർ കഴിഞ്ഞ 2-3 ദിവസമായി നടത്തിയത്. അതായത് കൗൺസിലിംഗ് നടത്തി, അതോടൊപ്പം തന്നെ പല കുട്ടികളെയും വീടുകളിൽ നേരിട്ട് പോയി, അതോടൊപ്പം തന്നെ ടെലിഫോണിലൂടെ ബന്ധപ്പെട്ട് അവരെ പരീക്ഷയ്ക്ക് ഒരുക്കുക എന്നുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഒന്നാമത് ഈ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന രണ്ടാമത്തെ സ്കൂൾ കൂടിയാണ് ഇത് എന്നുള്ള സവിശേഷത കൊണ്ട് 1000-ലേറെ വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഡെപ്യൂട്ടി HM PP ഇസ്മായിൽ നമുക്കൊപ്പം ചേരുകയാണ്. സാറേ, എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം, എങ്ങനെയൊക്കെയാണ് ഈ ഘട്ടത്തെ അതിജീവിക്കുന്നത്? പരീക്ഷ വളരെ അടുത്ത് വന്ന സമയത്താണ് ഈ ആകസ്മിക സംഭവം ഉണ്ടായത്. ആ പ്രയാസത്തിൽ ഞങ്ങൾക്ക് ഇതിനെ മറികടക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം കുട്ടികളെ വരുത്തിച്ച് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ക്ലാസ് വൈസ് ഞങ്ങൾ ഓൺലൈനായിട്ട് ക്ലാസ് ഗ്രൂപ്പുകളുണ്ട്. ക്ലാസ് ഗ്രൂപ്പുകൾ വഴി ഓൺലൈനായിട്ട് എല്ലാ കുട്ടികളെയും ഞങ്ങൾ ബന്ധപ്പെടുകയും അവർ മീറ്റിംഗ് വെക്കുകയും, കുറച്ച് കൂടുതൽ പ്രയാസം പറയുന്ന കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ ഞങ്ങൾ വീട്ടിൽ തന്നെ ടീച്ചേഴ്സ് ടീമായിട്ട് പോയി അവരുമായിട്ട് കൗൺസിലിംഗ് എന്ന രീതിയിൽ അവരെ ആശ്വസിപ്പിച്ചാണ് ഇന്ന് പരീക്ഷയ്ക്ക് തയ്യാറാക്കിയത്. ഇവിടെ ഞങ്ങൾ പൂർണ്ണമായും സാധാരണ രീതിയിൽ എന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളെ കുട്ടിയും ഈ ഒരു സംഭവം ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഞങ്ങളിവിടെ ഉണ്ടാക്കാതെയാണ് ഇന്ന് പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ചിട്ടുള്ളത്. പോലീസ് ഇവിടെ വന്നിരുന്നു. അവരോട് തന്നെ ഞങ്ങളോട് സൗകര്യപൂർവ്വം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അവരത് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതേപോലെ ഞങ്ങൾക്ക് ഔദ്യോഗിക നിർദ്ദേശമുണ്ട്, ഒരു കാരണവശാലും ആരും തന്നെ പരീക്ഷയുടെ പ്രൈവസിയെ, അതിൻ്റെ സീക്രസിയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒന്നും ക്യാമ്പസിൽ ഉണ്ടാകരുതെന്നുള്ള നിർദ്ദേശമുണ്ട്. ഞങ്ങൾ അധ്യാപകരാണ്. കുട്ടികളെ ക്ലാസ്സിലേക്ക് ഇരുത്തിയതിന് ശേഷം, ഇപ്പോൾ ബെല്ലടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഡ്യൂട്ടി ഇല്ലാത്ത 3-4 അധ്യാപകരേ ഉള്ളൂ. ഞങ്ങൾ പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. ഇനി ഇത് പരീക്ഷ കഴിയുന്നതിന് ശേഷം ഇവരെല്ലാവരെയും ഞങ്ങൾ ബസ്സിൽ കയറ്റിയിട്ട്, മുഴുവൻ കുട്ടികളെയും സ്കൂൾ ബസ്സിൽ തന്നെ കയറ്റി വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പുറത്തേക്ക് പോയി വേറെ ഏതെങ്കിലും വിഷമകരമായ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ കുട്ടികളും ക്യാമ്പസിൽ നിന്ന് തന്നെ ഞങ്ങൾ സ്കൂൾ ബസ്സിൽ കയറ്റി വിടും. മാതൃകാ പരീക്ഷ എഴുതിയ അതേ ബെഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ ഷഹബാസിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്, നമ്പർ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു ശൂന്യത എങ്ങനെയാണ് സ്കൂളിലെ കുട്ടികൾ അതിജീവിക്കുന്നത്? അത് പറയാൻ ഞങ്ങൾ ആ ക്ലാസ്സിൽ ഞാൻ പോയിരുന്നു. ഇത് പ്രയാസകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ആ ശൂന്യതയാണ്, ഒരു വിടവ് തന്നെയാണ്. അത് പരിഹാരമില്ലാത്തതുമാണ്. ആ ഒരു പ്രയാസം ക്ലാസ് റൂമിലുണ്ട്. കുട്ടികളതൊക്കെ മറികടക്കുമെന്ന് വിചാരിക്കാം. നല്ലൊരു റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അവരുടെ കഴിവ്, അവരിത്രയും കാലം പഠിച്ചു വെച്ചത് എഴുതാനുള്ള ഒരവസരമാണ് അവർക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് ഒരു പ്രയാസമില്ലാത്ത രീതിയിലാക്കുക എന്നുള്ളത് അധ്യാപകരായ ഞങ്ങളുടെ ചുമതലയാണ്. അത് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും കൗൺസിലിങ്ങോ സംസാരമോ ആവശ്യമുള്ള കാര്യങ്ങളിൽ എപ്പോഴും ബന്ധപ്പെടാനുള്ള രീതിയിൽ ഞങ്ങളൊരു ടീമിനെയും സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് പരീക്ഷ കൃത്യമായി എഴുതാൻ കഴിയട്ടെ. ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഈ ഷഹബാസിൻ്റെ ശൂന്യത കുട്ടികളെയും അധ്യാപകരെയും ഒക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും കുട്ടികളെ പരീക്ഷ എഴുതാൻ സജ്ജമാക്കിയിട്ടുണ്ട്. അവർ പരീക്ഷ നല്ല രീതിയിൽ തന്നെ എഴുതുമെന്നുള്ള പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വേണം. 628307 അതായിരുന്നു ഷഹബാസിൻ്റെ രജിസ്റ്റർ നമ്പർ. അതിന് നേരെ ഫുൾ A+ വരേണ്ടതായിരുന്നു. ഇന്നവന് ആ പരീക്ഷ എഴുതാൻ ആ നമ്പർ രേഖപ്പെടുത്തിയ മേശയുടെ പിറകിൽ അവൻ ഉണ്ടാകേണ്ടതായിരുന്നു. അവനില്ല. അവനെ ഇല്ലാതാക്കിയവർ പക്ഷേ പരീക്ഷ എഴുതുന്നുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ ഐറണി, വൈരുദ്ധ്യവും.